ഉണ്ടയുണ്ടോ ഇങ്ങനെ ചോദിച്ചാൽ മനസ്സിലായി. ഇതിന്റെ ഉണ്ട ഇങ്ങനെ നീണ്ടായിരിക്കുക. ഈ ഉണ്ടയല്ല അത്. ഉണ്ടയില്ലാതെ വെടിവെക്കാൻ പറ്റില്ല. വെടിവെപ്പ് വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ വർത്താനം പറയും. തെറി പറയുമ്പോൾ എനിക്ക് ചെറിയ തെറിയൊന്നും പറയാൻ അറിയില്ല. ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ. കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ്. ഏതുള്ളതുകൊണ്ട്? തൊട്ട് കാണിക്കാൻ പറയരുത്. ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനോടകം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല ചുവയുള്ള ആവർത്തിച്ചുള്ള ആക്രമണങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ ഹണി റോസ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച ഒരു പരാമർശമാണ് പ്രധാനമായ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അവിടെ പ്രിയ നടി ഹണി റോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ കൂടി മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ള ചിലർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നവണ്ണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരുവാൻ ശ്രമിക്കുകയും കഴിയുന്നയിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കുവാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ സെക്ഷലി കളേർഡ് റിമാർക്ക് ഉദ്ദേശത്തോടുകൂടി സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിനെനിക്ക് പ്രതികരണശേഷിയില്ല എന്ന അർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. ആർക്കെതിരെയാണ് ഹണി റോസ് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് മലയാളിയെ പ്രത്യേകിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബോബി ചെമ്മണ്ണൂർ എന്ന ഒരു വികല ഹൃദയത്തിന്റെ ഉടമയെക്കുറിച്ചാണ്. അയാളെ ഏതു തരത്തിലുള്ള ഭാഷയിൽ സംബോധന ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. ഏതു തരം ഭാഷ ഉപയോഗിച്ചാലും അത് അധികപ്പറ്റാകില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അത്രമാത്രം മോശമാണ് അയാളുടെ മാധ്യമങ്ങളുടെ മുൻപിൽ സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. ഹണി റോസിനെ താൻ ഒരു ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി വിളിക്കുകയും ആ വേദിയിൽ വെച്ച് പരസ്യമായി തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, പിന്നീട് പല ആവർത്തി മാധ്യമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ മാക്സിമം അവരെ തരം താഴ്ത്തിക്കൊണ്ട് വളരെ മോശമായ ഭാഷയിൽ സംബോധന ചെയ്യുകയും ചെയ്തു വരുന്നു. അവസാനമായി ജാങ്കോ സ്പേസ് എന്ന ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അവതാരകയുടെ ചോദ്യങ്ങൾക്ക് എത്ര മോശമായ രീതിയിലുള്ള ആംഗ്യവിക്ഷേപങ്ങളും പരാമർശങ്ങളും ഒക്കെയാണ് ബോബി ചെമ്മണ്ണൂർ നടത്താൻ തയ്യാറായത്. ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ. കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ്. ഏതുള്ളതുകൊണ്ട്? തൊട്ട് കാണിക്കാൻ പറയരുത്. ഒരുപക്ഷെ ഇതൊക്കെ കൂടി അവസാനം കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ പൊറുതിമുട്ടിയിട്ടായിരിക്കാം ഹണി റോസ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യം തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോടുള്ള ഒരു വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഹണി റോസ് ഇത്രയധികം ബോബി ചെമ്മണ്ണൂരിനാൽ അപമാനിക്കപ്പെട്ടിട്ടും അത് ബോബി ചെമ്മണ്ണൂർ ആണ് എന്ന് തുറന്നു പറയുവാനുള്ള ആർജവം ആ പോസ്റ്റിൽ കാണിച്ചില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതൊക്കെ അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു എന്ന് എഴുതി തുടങ്ങിയ ഹണി റോസ് മാനസികമായി വൈകല്യമുള്ളവരുടെ അല്ലെങ്കിൽ വൈകൃതമുള്ളവരുടെ പുലമ്പലുകളെ പുച്ഛത്തോടും സഹതാപത്തോടും കൂടി അവഗണിക്കാറാണ് പതിവ്. അതുകൊണ്ട് എനിക്ക് പ്രതികരണശേഷിയില്ല എന്നർത്ഥമാക്കരുത് എന്ന രീതിയിലാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഈ പ്രതികരണത്തിൽ പ്രേക്ഷക സമൂഹം തൃപ്തരാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആരെക്കുറിച്ചാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് പറയുവാനുള്ള ആർജവം പോലും ഹണി റോസ് കാണിച്ചിട്ടില്ല. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ആക്ട്രസും മോഡലുമൊക്കെയായ ഒരു സ്ത്രീ ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തുമ്പോൾ വനിതാ കമ്മീഷനും അതുപോലെയുള്ള അധികാര മേഖലകളൊക്കെ സ്വമേധയായെങ്കിലും അതിൽ കേസെടുക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ആർക്കെതിരെയാണ്, ഇതിൻ്റെ വേട്ടക്കാരൻ ആരാണ് എന്നുള്ളതെങ്കിലും ഒന്ന് പറയേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ആളിനെ വെളിപ്പെടുത്തുവാൻ ഹണി തയ്യാറായില്ല. അതെന്തുകൊണ്ടാണ്?
ഹണി റോസ് പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഈ വ്യക്തിയെക്കുറിച്ച് താങ്കളുടെ പോസ്റ്റിൽ പരാമർശിച്ചതുപോലെ തന്നെ പണമുള്ള വ്യക്തി, അയാളുടെ മുൻപിൽ പത്തി മടക്കിയതല്ലേ? കുറഞ്ഞപക്ഷം കേസിന് പോയില്ലെങ്കിലും ആളിന്റെ പേര് പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും കാണിക്കണമായിരുന്നു. ഈ സ്ഥാനത്ത് ബോബി ചെമ്മണ്ണൂരല്ല മറ്റേതെങ്കിലും ഒരു സാധാരണ വ്യക്തിയായിരുന്നുവെങ്കിൽ ഹണി റോസിന്റെ പ്രതികരണം ഇത്തരത്തിലാകുമായിരുന്നോ? ഒരിക്കലുമില്ല. തീർച്ചയായിട്ടും അയാൾ എപ്പോഴേ പോലീസ് കസ്റ്റഡിയിലാകുമായിരുന്നു. ഹണി റോസിന് കാര്യമായ അപമാനവും മുറിവും അയാൾ ഉണ്ടാക്കിയെങ്കിലും അയാളുടെ സ്വാധീനവും ഭാവിയിൽ ഇതുമൂലം സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെയും ഒക്കെ കണ്ടിട്ട് പ്രതികരിക്കണ്ട എന്ന് കരുതി വിട്ടുകളഞ്ഞതല്ലേ? സത്യത്തിൽ നിങ്ങളെപ്പോലെയുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള താന്തോന്നികളുടെ ആഭാസത്തരങ്ങൾ കണ്ടിട്ട് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും പ്രതികരിക്കാതിരിക്കുമ്പോൾ ഇതിന്റെ പിൻപിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഭവിഷ്യത്ത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഏത് സ്ത്രീക്കുമെതിരെ ഏത് സമയത്തും ആർക്കും എന്തും നെറുകേടും പറയാം എന്നുള്ള ഒരു സന്ദേശമല്ലേ ഇതിൽ കൂടി ലഭിക്കുന്നത്? മാത്രവുമല്ല, ഇത് കണ്ടു വളരുന്ന ഒരു തലമുറ അയാളുടെ ഈ വൃത്തിഹീനമായ വർത്തമാനങ്ങൾ കേട്ടിട്ട് ആർപ്പ് വിളിക്കുകയും അയാൾ ഏതോ കോപ്പിലെ രാജാവാണെന്നുള്ള രീതിയിൽ തലയിൽ ചുമന്നു നടക്കുകയും ചെയ്യുമ്പോൾ ഇതാണ് ഹീറോയിസം, ആണുങ്ങളായാൽ ഇങ്ങനെ വേണം, നമ്മുടെ ബോച്ചെ പുലിയാണ്, നമ്മളും ആ രീതിയിൽ തന്നെ വേണം മുൻപോട്ട് പോകുവാനും സ്ത്രീകളെ വിലയിരുത്തുവാനും എന്നൊക്കെ ചിന്തിച്ചാൽ അതിലെങ്ങനെ തെറ്റു പറയാൻ കഴിയും? അപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം കാര്യങ്ങൾ പറയേണ്ടി വരും. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ട് കണ്ടമാനം പോസ്റ്റുകൾ എഴുതി കൂട്ടുന്ന ഒരു വലിയ സമൂഹത്തെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ആദ്യമായിട്ട് അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇതേ ശൈലിയിൽ ഇത്തരത്തിലുള്ള ആഭാസതരങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ അമ്മയെക്കുറിച്ചോ അയാളുടെ പെങ്ങളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ അയാളുടെ കുടുംബത്തിലുള്ള ആരെയെങ്കിലും കുറിച്ചോ പരസ്യമായി ഒരു തവണയെങ്കിലും വിളിച്ചു കൂവിയാൽ എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ പ്രതികരണം? എന്തായിരിക്കും ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം? തീർച്ചയായും അത്തരം സ്റ്റേറ്റ്മെന്റുകൾ സാധാരണക്കാരനിടുമ്പോൾ അത് വള്ളി നിക്കറും, ബോബി ചെമ്മണ്ണൂർ ഇടുമ്പോൾ അത് ബർമുടയുമായി മാറും. അതിന്റെ പിൻപിലുള്ള ചേതോവികാരം വ്യക്തമാണ്. കാരണം അളവുകോൽ ഇവിടെ പണമായി മാറുന്നു. കാശുള്ളവൻ എന്ത് തോന്നിവാസവും ഇവിടെ കാണിക്കാം. നീതിപീഠവും നിയമവ്യവസ്ഥയുമെല്ലാം അതിന്റെ താഴെ മാത്രമേ നിൽക്കൂ എന്ന് നമ്മൾ കൂടെ കേൾക്കുന്ന കാര്യങ്ങൾ അത് സത്യമാണ് എന്നിവിടെ ബോധ്യപ്പെടുകയാണ് വീണ്ടും. പിന്നെ ഇതിനൊരു മറുവശം കൂടിയുണ്ട്, അതും കാണാതെ പോകാൻ കഴിയില്ല. അത് ബോധ്യപ്പെടണമെങ്കിൽ സമൂഹ മനസാക്ഷി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ശിലായുഗത്തിലൊന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സമൂഹം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. കാര്യം ശരിയാണ്. എങ്കിൽ പോലും പുരോഗമിച്ച കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ ഹണി റോസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ വന്ന് നിരത്തി എഴുതിയിരിക്കുന്ന ചില കമന്റുകൾ അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല. ഈ കമന്റുകൾ എഴുതിയിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ശിലായുഗത്തിലെ തലച്ചോറുമായിട്ട് തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് വിലയിരുത്തുവാനും കഴിയില്ല. ആ കമന്റുകളിൽ നല്ലൊരു ഭാഗവും ഇരുവായ്ത്തലയുള്ള വാള് പോലെയാണ്. എന്നുവെച്ചാൽ പക്ഷപാതരഹിതമായ കമന്റുകൾ തന്നെയാണ്. ഒരേ സമയം ഹണി റോസിനും ബോബിക്കുമെതിരെ അവർ പ്രതികരിക്കുന്നുണ്ട്. കിരൺ GK എന്നൊരാൾ എഴുതിയിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്: അയാളെ താങ്ങാനും ആളുണ്ട്, നിങ്ങളെ താങ്ങാനും ആളുണ്ട്. അയാൾ വായ് കൊണ്ട് ചെയ്യുന്നത് നിങ്ങൾ ശരീരം കൊണ്ട് ചെയ്യുന്നു. രണ്ടുപേരും സമൂഹത്തിന് നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. രണ്ടുപേരും നെഗറ്റീവ് പബ്ലിസിറ്റി ആസ്വദിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. രണ്ടുപേർക്കും കാശുണ്ട്. സോ രണ്ടുപേരും നിയമപരമായി നേരിടുക. അയാളുടെ വായിൽ നിന്ന് ചിലപ്പോൾ വരുന്നത് വിവരക്കേടുകളും ഡബിൾ മീനിങ്ങും ആണെങ്കിലും അയാൾ ഒരുപാട് നല്ല കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യുന്നയാളാണ്. പണമുണ്ടാക്കുന്നത് ലീഗലായോ ഇല്ലീഗലായോ അതൊന്നും അറിയില്ല. പണത്തിന്റെ അഹങ്കാരവും അല്പം പിരിയുമൊക്കെ അയാളിലുള്ളതായി തോന്നിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെക്കാൾ ഫാൻ ബേസ് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അയാൾ പല മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടുക, അതിൽ കൂടി രക്തസമാഹരണം നടത്തുക എന്നതൊക്കെ ചെറിയൊരു കാര്യമല്ല. പിന്നെ നിങ്ങളെപ്പോലെ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ല അയാൾ. നിങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ മനസ്സിൽ പെട്ടെന്ന് വന്നത് നിങ്ങളുടെ ഉദ്ഘാടന വീഡിയോ പോസ്റ്റുകളുടെ അടിയിൽ വന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ കമന്റുകളെ പറ്റിയാണ്. അവരിൽ ഭൂരിഭാഗവും നിങ്ങളെ പുച്ഛിച്ചും അപമാനിച്ചും തന്നെയാണ് കമന്റുകൾ ഇട്ടിരിക്കുന്നത്. ജ്യോതിപ്രിയ എന്നൊരു സ്ത്രീയുടെ കമന്റ് ഇങ്ങനെയാണ്: ഓരോന്ന് കാണിച്ചു നടക്കാം, പക്ഷെ ആരും പറയരുത്. ശരിക്കും നിങ്ങളാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത്. ഒരുമാതിരി പ്രദർശന വസ്തുവിനെ പോലെ ആൾക്കാരുടെ മുൻപിൽ പോയി നിന്നു കൊടുത്തിട്ട് ഇപ്പോൾ അപമാനിച്ചു എന്ന് പറഞ്ഞ് കരയുന്നു. മറ്റൊരാളുടെ കമന്റ് ഇങ്ങനെയാണ്: ഇത് മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ആയിപ്പോയല്ലോ. ഇവനെ പോലെയുള്ളവർക്ക് പ്രചോദനമാണ് ഇത്തരം തുറന്നു പറച്ചിലുകൾ. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലിച്ചി, ഹണി റോസ് ഇവരെ ഓരോ പ്രോഗ്രാമിന് വിളിക്കുന്നത് അവരുടെ അഭിനയം മികവ് കണ്ടിട്ടല്ല, അവരുടെ ശരീരം മറ്റുള്ളവർക്ക് മുമ്പിൽ സെക്ഷലൈസ് ചെയ്യുവാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാലത്തോളം ഇതൊക്കെ നടക്കും. മറ്റൊരു കമന്റ്: ഒരവയവം പരമാവധി പ്രദർശിപ്പിച്ച് മാർക്കറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് വിഷമമോ ലജ്ജയോ നാണക്കേടോ ഇല്ല. ഏതോ ഒരുത്തൻ ഒരു തമാശ പറഞ്ഞതാണ് നിങ്ങൾക്കിപ്പോൾ ലജ്ജയായി തോന്നിയത്. പൊതുസമൂഹത്തിൽ എന്ത് കണ്ടാലും പ്രതികരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു ഇന്ത്യൻ പൗരനുണ്ട്. അടുത്തത് റൈഡർ JP എന്നു പേരുള്ള ഒരു ഐഡിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കമന്റാണ്: നിങ്ങൾ രണ്ടുപേരും കണക്കാണ്.
നിങ്ങൾ സെക്സിയായി വേഷം കെട്ടി പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ അയാൾക്കും പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട് അല്ലറ ചില്ലറ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതിൽ എന്താണ് തെറ്റ്? നിങ്ങളുടെ പേരെടുത്ത് എന്തെങ്കിലും സംസാരിച്ചോ? ഈ നാട്ടിലെ സ്വാതന്ത്ര്യം നിങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, അയാളും കൂടി അനുഭവിക്കട്ടെ. നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് ആവശ്യത്തിലധികം പോസ്റ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുമ്പോൾ പൊതുസമൂഹം അല്പം തമാശകളൊക്കെ പറഞ്ഞു നിന്നിരിക്കും, അത് സ്വാഭാവികം. ഞാൻ പ്രദർശിപ്പിക്കും, നിങ്ങൾ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അടുത്തതായിട്ട് രാജി നായർ എന്നൊരു സ്ത്രീയുടെ കമൻ്റാണ്. അയാൾ ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ചാച്ചി പബ്ലിക്കായി പ്രതികരിച്ചേനെ. പണമുള്ളവനായതുകൊണ്ട് പേര് പറയാൻ പോലും പേടി. ഇതാണ് പ്രബുദ്ധ കേരളം. അടുത്തൊരു കമൻറ്റ് ശ്രദ്ധിക്കണേ. ഇത് എഴുതിയിരിക്കുന്നത് അനന്തു അർജുൻ എന്ന ഒരു ഐഡിയിൽ നിന്നാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചില്ല എന്ന് വിചാരിച്ചു. അയാളല്ലാതെ വേറൊരുത്തനായിരുന്നുവെങ്കിൽ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയനെ. ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ ആരും അയാൾക്കെതിരെ മിണ്ടാറില്ല. അപ്പോൾ പണമാണ് ഇവിടുത്തെ വിഷയം. സാധാരണക്കാരനായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ എന്തെല്ലാം ചർച്ചകളായിരുന്നേനെ നടക്കാൻ സാധ്യതയുള്ളത്. ഒരു കമൻറ്റ് കൂടി വായിച്ചിട്ട് ആ വിഷയം വിടുകയാണ്. റിയാസ് ഫോട്ടോ കെയർ എന്നൊരു ഐഡിയിൽ നിന്ന് വന്ന കമൻ്റാണ്. അടുത്ത 1-2 ഉദ്ഘാടനത്തിന് നിങ്ങളുടെ പിൻഭാഗവും മുൻഭാഗവും ഫോക്കസ് ആവാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകണം. അങ്ങനെയാണെങ്കിൽ 3ാമതൊരു ഉദ്ഘാടനത്തിന് നിങ്ങളെ ആരും വിളിക്കില്ല. ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾ തൻ്റെ സിനിമയിലെ അഭിനയ മികവ് കണ്ട് ആരാധന മൂത്തിട്ടല്ല കാണാൻ വരുന്നത്. മറിച്ച് അവർ വരുന്നത് എന്ത് കാണാനാണെന്നും തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർക്കും നിങ്ങൾക്കും ശരിക്കും അറിയാം. ചെമ്മണ്ണൂർ പറയുന്നത് ഒരു പ്രോത്സാഹനമായി മാത്രം കണ്ടാൽ പോരെ. പിന്നെ സ്ത്രീത്വത്തെ ഒരു പ്രദർശന വസ്തുവായും അതിലൂടെ കിട്ടുന്ന മാർക്കറ്റിംഗും ലക്ഷ്യം വെച്ച് അപമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളിലൂടെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആഭാസ തരങ്ങളെ നഖശിഖാന്തം എതിർക്കുമ്പോഴും ഹണി റോസിനെ ഇവിടെ വെള്ള പൂശുവാൻ മിക്ക ആൾക്കാരും തയ്യാറാകുന്നില്ല എന്ന് സാരം. സ്ത്രീത്വം എന്ന വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ ഹണി റോസിന് എത്രത്തോളം അർഹതയുണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. പക്ഷേ തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പേര് വെളിപ്പെടുത്താതെ ഹണി റോസ് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങൾ ഹണി റോസിനേക്കാൾ തൻ്റെ ഇടം കാണിക്കുകയും ആ മനുഷ്യൻ ബോബി ചെമ്മണ്ണൂർ ആണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്തു. അയാളുടെ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളെയും പൊളിച്ചു കാട്ടുവാൻ തയ്യാറായി സമൂഹ മാധ്യമങ്ങൾ. അത് പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരിക്കലും ഒരു പരിധിക്കപ്പുറം ബോബി ചെമ്മണ്ണൂരിനെതിരെ സംസാരിക്കുകയോ അയാളെ തള്ളിപ്പറയുകയോ ചെയ്യില്ല. കാരണം ബോബി ചെമ്മണ്ണൂരിനെ ഹണി റോസ് ഭയപ്പെടുന്നതിനേക്കാൾ 10 മടങ്ങ് ഭയം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കുണ്ട്. കാരണം വരുമാനം നിലച്ചു പോകുവാൻ സാധ്യതയുണ്ട്. സമൂഹത്തിലുള്ള സാധാരണക്കാരൻ ചെയ്യുന്ന നിസ്സാരമായ കാര്യങ്ങളെപ്പോലും ക്രൂരമായി അപലപിച്ച് അവരെയൊക്കെ നിരുപാധികം ആക്രമിക്കുകയും തുടർന്ന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെ വലിച്ചു കീറി പല പീസുകളാക്കി എറിയുന്ന മാധ്യമങ്ങൾ കാലങ്ങളായിട്ട് ബോബി ചെമ്മണ്ണൂർ എന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ വിളിച്ചു പറയുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളെയും എല്ലാ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെയും കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ചിലരുടെ നിസ്സാരമായ നാവിൻ്റെ പിഴവ് പോലും അന്തിച്ചർച്ചയ്ക്ക് വിധേയമാക്കുന്നവർ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആഭാസ തരത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് സമൂഹ മാധ്യമങ്ങൾ വ്യത്യസ്തത പുലർത്തുന്നത്. ബോബി ചെമ്മണ്ണൂർ സൽപ്രവർത്തികൾ ചെയ്യുന്നു, ചാരിറ്റി വർക്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു, ഇതൊക്കെയാണ് പലരും ഉയർത്തിപ്പിടിക്കുന്നത്. ഒരാൾ സൽപ്രവർത്തികൾ ചെയ്യുന്നതും ദാനധർമ്മങ്ങൾ കൊടുക്കുന്നതൊന്നും അയാളുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തെറ്റാണ് എന്ന് അയാൾക്കും നന്നായിട്ടറിയാം. പക്ഷേ ഇതെല്ലാം അയാൾ മാർക്കറ്റിംഗ് ടെക്നിക്കിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അയാളുടെ സമാന ചിന്താഗതിക്കരായ ഫാൻസ് അസോസിയേഷനെ രസിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് തട്ടിവിടുന്നത്. ഈ പോസ്റ്റിന്റെ കീഴിൽ ഒരു പ്രമുഖ അഭിഭാഷകനായ ഹരീഷ് വേലായുധൻ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: താൻ ഹണി റോസിനോട് പറയുകയാണ്, പ്രതികരണം നന്നായി, ഇന്ത്യയുടെ നിയമവ്യവസ്ഥ നോക്കുകുത്തിയാണ്. തോന്നിയാസം കാണിക്കുന്ന കാശുകാരനെ തൊടാൻ പോലീസിനോ സ്റ്റേറ്റിനോ താല്പര്യമില്ല. നിയമ സംവിധാനം നോക്കുകുത്തിയായതുകൊണ്ട് നേരിട്ട് ആരിൽ നിന്നെങ്കിലും തല്ല് കിട്ടുന്നതുവരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തുടരും. നാണമില്ലാത്തവനായതുകൊണ്ട് തല്ല് കിട്ടിയാലും തുടരും. ഈ വ്യക്തിയോട് പറയാനുള്ള മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ: ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിക്കപ്പെട്ട വ്യക്തി ഇന്ത്യൻ നീതിപീഠത്തിന്റെയോ നിയമവ്യവസ്ഥയുടെയോ മുൻപിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കേസെടുക്കാൻ കഴിയുക? അവർ പോലീസിൽ പരാതി കൊടുത്തിട്ടും പോലീസോ സ്റ്റേറ്റോ നീതിപീഠമോ അതിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതിനൊരർത്ഥമുണ്ടായിരുന്നു. ഇതാരാണെന്ന് പോലും പറയാതെ, പേര് പോലും പരാമർശിക്കാതെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിൽ ലക്ഷ്യമില്ലാത്ത അസ്ത്രങ്ങൾ തൊടുത്തുവിടുന്ന ഹണി റോസിന് ഇത്തരത്തിലുള്ളൊരു ഉപദേശമല്ല നിങ്ങൾ നൽകേണ്ടത്. ഒരഭിഭാഷകനായ താങ്കൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ മൊത്തത്തിൽ പുച്ഛിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിന് കീഴിൽ വന്ന് കൃത്യമായി നിയമോപദേശം കൊടുക്കേണ്ട ഒരു വ്യക്തിയുടെ ഈ ഉപദേശം കേൾക്കുമ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥ അത്രമാത്രം താറുമാറായ ഒരവസ്ഥയിലാണ് എന്നുള്ളൊരു സോഷ്യൽ മെസ്സേജാണ് നിങ്ങൾ നൽകുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമായൊരു കാര്യമാണ്. എന്തായാലും ഇത്രമാത്രം ചർച്ചയായ സ്ഥിതിക്ക് രണ്ടാൾക്കാരും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകുന്നത് നല്ലതാണ്. 1-2 വ്യക്തികളല്ല, സമൂഹത്തിന്റെ നാനാ തുറകളിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ
സമൂഹ മാധ്യമങ്ങൾ കൂടി ഹണി റോസിനെതിരായും ബോബി ചെമ്മണ്ണൂരിനെതിരായും രൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിടുമ്പോൾ രണ്ടു മേഖലകളിലും ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. എൻ്റെ ശരീരത്തിൽ ഞാൻ എന്തു വസ്ത്രം ധരിക്കണം എന്നുള്ളത് സമൂഹമല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് എന്നൊരൊറ്റ വാക്കിൽ ഹണി റോസിന് പറഞ്ഞൊഴിയാം. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള തെമ്മാടികൾ ചിലപ്പോൾ മറുപടി പറയും. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ അഭിരുചിക്കൊത്തവണ്ണം അതിനെ വ്യാഖ്യാനിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യും. കാരണം അതിനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇതൊക്കെ വളർന്നു വരുന്നൊരു തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം അത് എത്രത്തോളം ഉപകാരപ്രദമാണ് എന്നുള്ളത് രണ്ടു കൂട്ടരും ചിന്തിച്ചാൽ നന്നായിരിക്കും. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.